ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ പെരിയയിലെ സഹപാഠിക്കായി പണിതീർത്ത സ്നേഹഭവനം സമ്മാനിച്ചു. മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്തിലെ വടക്കേക്കരയിലാണ് ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയറും +2 വിദ്യാർത്ഥിനിയുമായ സുജനയ്ക്കായി സഹപാഠികൾ സ്നേഹഭവനം നിർമ്മിച്ചത്. 2022, 23, 24 എന്നീ NSS ബാച്ചുകളിലെ വളണ്ടിയർമാരുടെയും UP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള മറ്റു വിദ്യാർത്ഥികളുടെയും മുഴുവൻ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സഹായ സഹകരണത്തോടുകൂടിയാണ് വീട് നിർമ്മാണത്തിന് ആവശ്യമായ തുക കണ്ടെത്തിയത്. ഇതിനു പുറമെ സമ്മാന കൂപ്പൺ ഏർപ്പെടുത്തിയും വിദ്യാർത്ഥികൾ ധനസമാഹരണം നടത്തി. അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം നിമിഷങ്ങളെ സാക്ഷിയാക്കി ശനിയാഴ്ച ഉച്ചയ്ക്ക് മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഭയങ്കര ചൂടുണ്ടാവും, ലൈറ്റിലേക്ക് കുട്ടികളെ പഠിത്തത്തിനെ ബാധിക്കും. അവിടെ കുറച്ച് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് തൊട്ടടുത്ത് വൈദ്യുതി പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പോസ്റ്റ് ഇട്ട് വൈദ്യുതി എടുക്കാൻ കുറച്ച് കാലതാമസം പിടിക്കും. അത് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് നമുക്ക് നോക്കാം. വൈദ്യുതി ഇല്ലാതെ അവർക്ക് അവിടെ ബുദ്ധിമുട്ടാവും, അത് ശരിയാണ്. അതിനേക്കാൾ പ്രധാനമാണ് വെള്ളം. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഈ ഭൂമി ആരെങ്കിലും പുതിയ അന്നേ വീട് കെട്ടിയിട്ടുണ്ടാകുമായിരുന്നു. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഭൂമിയുടെ ഒഴിവായത്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം തൽക്കാലം തൊട്ടടുത്ത വീട്ടുകാർ, താഴെയിലെ വീട്ടുകാർ വെള്ളം കൊടുക്കുന്നുണ്ട്. കുറച്ചു കാലം അവർ അതേപോലെ തുടരട്ടെ. അതിനിടയിൽ കുറച്ച് വീടും കൂടി ഇടയ്ക്കന്നെ വരും. വന്നാലും വന്നില്ലെങ്കിലും വൈദ്യുതി കിട്ടിയാലേ ഒരു ബോർവെല്ല് കുടിച്ചാൽ നമുക്ക് അതിൽ നിന്ന് വെള്ളം ലിഫ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ വൈദ്യുതി കിട്ടണം, വെള്ളത്തിന് ആവശ്യമായൊരു സംവിധാനം ഉണ്ടാകണം. നമുക്ക് വെള്ളവും വെളിച്ചവും കൊടുക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്താം. MLA എന്ന നിലയിൽ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങൾ ആലോചിക്കാം. അതിന് പുറമെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. എന്നാലും ഈ രണ്ടും ചെയ്തില്ലെങ്കിൽ അവർക്ക് ഈ വീടിന്റെ പ്രയോജനം കിട്ടാതെ വരും. അതുകൊണ്ട് അത് നമുക്ക് അടിയന്തരമായി ചെയ്തു കൊടുക്കാമെന്നാണ് പറയേണ്ടത്. ചടങ്ങിൽ പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ I മുഹമ്മദ് ഷരീഫ് റിപ്പോർട്ട് അവതരണം നടത്തി. വീട് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർ ഷെരീഫിനെ ചടങ്ങിൽ ആദരിച്ചു. NSS വളണ്ടിയർമാരിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. പുല്ലൂർപിരിയ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശാരദ S നായർ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK വിജയൻ, പുല്ലൂർപിരിയ പഞ്ചായത്ത് അംഗം TV അശോകൻ, ഉദുമ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ നാലാംവാതുക്കൽ, ഉദുമ സ്കൂൾ PTA പ്രസിഡന്റ് സത്താർ മുക്കുന്നോത്ത്, NSS ജില്ലാ കൺവീനർ മനോജ് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക P ആശ, HSS സീനിയർ അസിസ്റ്റന്റ് KV അഷ്റഫ്, അധ്യാപകൻ C അയ്യപ്പൻ, NSS വളണ്ടിയർ നമിത എന്നിവർ സംസാരിച്ചു. സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പും ഇതോടൊപ്പം നടത്തി. ഡിസംബർ 18-ന് 3 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ PS ദീപ്തി സ്വാഗതവും HSS സ്റ്റാഫ് സെക്രട്ടറി N ഷൈജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.